മത്തായി വെടിക്കെട്ടിൽ കാണിച്ച ശുഷ്കാന്തി പാതിരിമാരുടെ വെടിവെപ്പിൽ കാണിക്കുമോ? പുതുപ്പള്ളിപ്പള്ളിയിലും വെടിക്കെട്ട് ഉപേക്ഷിച്ചു. മലങ്കര സഭാധ്യക്ഷന്റെ സ്നേഹച്ചലഞ്ച് ഏറ്റെടുത്ത് ദൈവാലയങ്ങൾ. ഇപ്രകാരമായിരുന്നു ഇന്നിറങ്ങിയ പല പത്രങ്ങളുടെയും തലക്കെട്ട്. ഓർത്തഡോക്സ് സമുദായത്തിൻ്റെ കീഴിലുള്ള പുതുപ്പള്ളി, ചന്ദനപ്പള്ളി, പത്തനംതിട്ട വലിയ പള്ളി ഇവയൊക്കെ സഭാധ്യക്ഷൻ മത്തായി മൂന്നാമൻ്റെ ആഹ്വാനം ഏറ്റെടുത്ത് വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ ഇന്ന് വന്നത്. ഈ വാർത്ത വരുവാൻ കാരണം ഓർത്തഡോക്സ് സഭ ഇപ്രകാരം ഒരു പത്രക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് നൽകി. അവർ പതിവ് പോലെ അതൊന്നും വായിച്ചു നോക്കാതെ, ഇതിൻ്റെ വാസ്തവം എന്തെന്ന് തിരക്കാതെ, വള്ളിപുള്ളി വിടാതെ ആ പത്രക്കുറിപ്പ് വാർത്തയായി അതേപടി നൽകി. ഇവിടെയാണ് മത്തായി മൂന്നാമൻ എന്ന കിരാതൻ്റെ കുടില ബുദ്ധി നാം മനസ്സിലാക്കേണ്ടുന്നത്. ഞങ്ങളുടെ വിശദമായ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ച കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, തൃശ്ശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ വെടിക്കെട്ടുകൾക്ക് യാതൊരു കാരണവശാലും പോലീസ് അനുമതി കൊടുക്കില്ല. കളക്ടറെ സമീപിച്ചാൽ കളക്ടറും നിലവിലെ സാഹചര്യത്തിൽ അനുമതി നൽകില്ല. കോടതിയിൽ പോയാലോ കോടതിയും ഒരു ബ്ലാങ്കറ്റ് ഓർഡർ വെടിക്കെട്ട് നടത്തുവാൻ നൽകില്ല. ഈ അനുമതി നേടാതെ വെടിക്കെട്ട് നടത്തി എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ സഭാധ്യക്ഷൻ മത്തായിയും ഇടവക വികാരിയും അടക്കം നരകത്തേക്ക് അകത്തു പോകും. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ജീവപര്യന്തം വരെ അകത്ത് കിടക്കാവുന്ന അവസ്ഥ ഉണ്ടാവും. കഴിഞ്ഞ 2 കൊല്ലം കളക്ടർ അനുമതി നൽകാതിരുന്നത് കൊണ്ട് പുതുപ്പള്ളി പള്ളിക്കാർ കോടതിയിൽ പോയി സ്പെഷ്യൽ ഓർഡർ മേടിച്ചാണ് വെടിക്കെട്ട് നടത്തിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഞാൻ ഈ വാർത്ത വായിക്കുന്ന ഈ സമയം വരെ 17 പേർ മരിച്ചു, 24 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. തൃശ്ശൂർ പൂരത്തിന് പോലും ഇത്തവണ വെടിക്കെട്ട് നടത്തുവാൻ അനുമതി ഇല്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ കോടതിയിൽ പോയി സ്പെഷ്യൽ ഓർഡർ പോലും കിട്ടില്ല എന്നറിഞ്ഞ് നാണം കെടും എന്ന് മനസ്സിലായി ഈ മത്തായി എടുത്ത ഒരു അടവായിരുന്നു മേൽപ്പറഞ്ഞ പള്ളികളിൽ വെടിക്കെട്ട് ഉപേക്ഷിക്കുവാനുള്ള ആ തീരുമാനം. അതിനെ എങ്ങനെയാണ് PR ചെയ്ത് പൊലിപ്പിച്ചത് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സഭാധ്യക്ഷന്റെ ആഹ്വാനം ഏറ്റെടുത്ത പള്ളികൾ വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചെന്ന്, അല്ലെങ്കിൽ പിന്നെ ഇവർ ഇപ്പോൾ നടത്തുമായിരുന്നു. ഈ മത്തായിയുടെ ഉടായ്പകൾ മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഇയാളെ ഇതുപോലെ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മറ്റ് ആർഭാടങ്ങളൊന്നും ഇവർ മേൽപ്പറഞ്ഞ പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കുന്നില്ല. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ആർഭാട പെരുന്നാളിൽ വെട്ടം കാണുമ്പോൾ ഈയാമ്പാറ്റകൾ ഒഴുകിയെത്തുന്നത് പോലെ കുറെ ആഡംബര ലൈറ്റുകൾ പള്ളിയിലും പരിസരങ്ങളിലും വാരിയിടുമ്പോൾ മുണ്ണക്കുഞ്ഞാടുകൾ വായും പൊളിച്ചത് കാണാനെത്തും. സ്ഥലജലഭ്രമത്തിൽ അകപ്പെട്ട ഇവർ പോക്കറ്റിലെയും നിക്കറിലെയും പണം വാരി പള്ളി ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് കുരിശും വരച്ച് വീട്ടിൽ പോകും. ക്രിസ്തുവുമായോ വിശുദ്ധ വേദപുസ്തകവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ദുരാചാരങ്ങളാണ് പുതുപ്പള്ളിയിൽ ഇന്ന് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വെച്ചൂട്ടിനുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കൽ, വിറകടിയിൽ എണ്ണ വീഴ്ത്ത്, ചുറ്റുവിളക്ക്, ഉരുളു നേർച്ച, കോഴി നേർച്ച, മുത്തുക്കുട നേർച്ച, പള്ളി ഉപകരണങ്ങൾ നേർച്ച, അരി തേങ്ങ ആദിഫല നേർച്ച, പാമ്പും പുറ്റും, ആൾരൂപം നേർച്ച, എള്ളു നേർച്ച, കുരുമുളക് നേർച്ച, കടുക് നേർച്ച, കരപ്പനപ്പം, അരിവറുത്തത്, അങ്ങനെ പലതരം നേർച്ചകൾ. യാതൊരു പരിശുദ്ധിയുമില്ലാത്ത പൂച്ചാണ്ടി മത്തായി ഇത്തരം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഈ ഓർത്തഡോക്സ് സഭയിൽ എവിടെയാണ് പ്രസക്തിയുള്ളത്? സഭയുടെ ഏത് കാനോനിലാണ് ഈ ഊച്ചാലിത്തരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇതിന് ക്രിസ്തുവുമായോ വിശുദ്ധ വേദപുസ്തകവുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ? പൊണ്ണകളായ വിശ്വാസികളെ പറ്റിച്ച് അവന്മാരുടെ നിക്കറിൽ കിടക്കുന്ന പണമടിച്ചു മാറ്റി നിനക്കൊക്കെ ആർഭാട ജീവിതം നയിക്കുവാനുള്ളതല്ലേ ഈ ഉടായ്പ് പെരുന്നാളുകൾ? അതും ഏതാണ്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളുകൾ. ഈ കാലഘട്ടത്തിലും കരപ്പനപ്പം ഉണ്ടാക്കിക്കൊണ്ടുപോകുന്ന, പാമ്പിനെ പേടിച്ച് പാമ്പും പുറ്റും നേർച്ചയിടുന്ന മുണ്ണങ്ങളെ എന്ത് വിളിക്കണം? ക്രൈസ്തവ വിരുദ്ധമായ വചനവിരുദ്ധമായ ഈ കോലക്കേടുകൾ വേണ്ടെന്ന് വെക്കുവാൻ മത്തായി തനിക്ക് മുണ്ണക്കുഞ്ഞുങ്ങളോട് ആഹ്വാനം ചെയ്യുവാൻ ധൈര്യമുണ്ടോ? പുളിക്കും. അതുപോലെ വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ച് ആ പൈസ നീയൊക്കെ തിന്ന് തൂറില്ലേ? വെടിക്കെട്ടിനെ ആകാശവിസ്മയ കാഴ്ച എന്ന പേരിൽ സ്പോൺസർമാരെ കണ്ടെത്തി നോട്ടീസിൽ വെച്ചപ്പോൾ അതിനെ പാരമ്പര്യം, ഞങ്ങളുടെ പൈതൃകം എന്നൊക്കെ പറഞ്ഞു. പണി പാളി എന്ന് കണ്ടപ്പോൾ കാറ്റിൻ്റെ ഗതി മാറി എന്ന് കണ്ട് ആ ദിശയിലേക്ക് മാറിയിരുന്ന് തൂറ്റി നമ്മുടെ മത്തായി മൂന്നാമൻ. പെരുന്നാളിലെ സകല ആഡംബരങ്ങളും വേണ്ടെന്ന് വെക്കുവാൻ ഇവന്മാർക്ക് പറ്റുമോ? പബ്ലിക് ന്യൂസൻസായ റാസ ഒഴിവാക്കുവാൻ പറ്റുമോ? അതുപോലെ മൂന്നിൽമൽ കുർബാനയുടെ മുഖ്യ കാർമ്മികനായി വരുന്നത് ആൺകുട്ടികളുടെ പേടിസ്വപ്നമായ കോട്ടയത്തെ അതിനിന്ദ്യ പൃഷ്ഠതാടക തിരുമനസ്സാണ്. ഇയാളും ഈ മത്തായി മൂന്നാമനും കൈമുത്ത് വേണ്ടെന്ന് വെക്കുമോ?
ഇല്ല. ഇന്ന് ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം പെരുന്നാളുകളിൽ മാത്രം നടത്തുന്ന വെടിക്കെട്ടുകളല്ല, പാതിരിമാരുടെയും മെത്രാന്മാരുടെയും ഓടി നടന്നുള്ള വെടിവെപ്പുകളാണ്. ഇടവകകൾ താണ്ടി ഓടി നടന്ന് വെടിവെപ്പുമായി നടക്കുന്ന ഈ പാതിരിപ്പാമ്പുകളെ കൊണ്ട് മൊണ്ണക്കുഞ്ഞുങ്ങൾ പൊറുതിമുട്ടി ഉഴലുകയാണ്. കുമ്പസാരപീഡകന്മാരായ 5 പാതിരികൾ ഇന്നും കൂതാശ കളിച്ച് ഓടി നടക്കുന്നു. പരിമലയിൽ വ്യഭിചാരം നടത്തി നാറ്റിച്ച പരിമല ഫ്രാങ്കോയും അമേരിക്കയിലേക്ക് നാടുകടത്തിയ പ്രകാശ് പാതിരിയും വിദേശത്ത് ഇന്നും കുടുംബക്കലക്കൽ പരിപാടിയുമായി തകൃതിയായി ഓടി നടക്കുന്നു. ഇവന്മാരുടെ ഈ കഴിവുകളെ കണക്കിലെടുത്ത് മത്തായി മൂന്നാമൻ ഇവരെ അടുത്ത മാസം മെത്രാന്മാരായി വാഴിക്കുവാൻ പോകുന്നു. കാറുകൂതാശയ്ക്ക് വന്ന വീട്ടമ്മയോട് അശ്ലീലം പറഞ്ഞ തുമ്പമൺ ഭദ്രാസനം നാരങ്ങാനം മാർ ഓസിയോസ് ഇടവക വികാരി ലിജു പി ജോസിനെ കഴിഞ്ഞയാഴ്ചയാണ് മാറ്റി നിർത്തിയത്. എന്തിന്? കൂടുതലൊന്ന് ഉഷാറായിട്ട് വീണ്ടും വരാൻ. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങമനാട് ബെത്ലഹേം ആശ്രമ നിവാസിയായ ജോസ് എന്ന ദേറാപ്പട്ടക്കാരൻ അഥവാ സന്യാസി വൈദികൻ ഒരു വീട്ടമ്മയുമായി നടത്തുന്ന സല്ലാപമാണ്. ചെല്ലുന്ന ഇടവകളിലെല്ലാം ഭർത്താക്കന്മാരില്ലാത്ത വീടുകളിൽ കൂതാശ നടത്തുകയാണ് ഇയാളുടെ പ്രധാന പരിപാടി. വിത്തുകാളയെപ്പോലെ ഓടി നടക്കുന്ന ഇയാളുടെ വിവരം ഞങ്ങൾ നേരത്തെ നൽകിയിരുന്നിട്ടും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം മെത്രാനോ ഈ മത്തായി മൂന്നാമനോ ഇയാൾക്കെതിരെ യാതൊരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, പുതിയ പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ നൽകി ഇയാളെ പരിപോഷിപ്പിക്കുന്നു. ഇവൻ്റെ സല്ലാപത്തിൻ്റെ പുറത്തു കേൾപ്പിക്കുവാൻ കൊള്ളുന്ന പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഇപ്പോൾ കേൾപ്പിക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വിത്തുകാളയെ കുപ്പായമഴിപ്പിച്ച് വല്ല മൈക്കാട് മണിക്കും വിടാത്ത പക്ഷം ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നതാണ്. ഇവനും അടുത്ത മെത്രാൻ ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് വിവരം. ജോസ് പാതിരിയുടെ സല്ലാപങ്ങൾ കേട്ടാലും. എന്താ പൊന്നെ, കുണ്ടായിസം കാണിക്കണോ? ഉറങ്ങാൻ പോയോ? ഉറങ്ങിയോ? പിന്നെ കഴിച്ചോ? അച്ഛൻ വന്നോ? പൊന്നെ കിടന്നോ? അപ്പേ ഇന്നത്തെ നേരത്തെ കിടക്കുവാന്നോ? നാളെ കുർബാനയുണ്ടല്ലോ. എന്താ പൊന്നെ? ഓ, വെള്ളിയാഴ്ച. പിന്നെ വേറെ എന്താ? വേറെ എന്തോ ഉണ്ടോ? മറ്റേ ഉറങ്ങാൻ കിടന്നോ? മറ്റേ അച്ഛനും കിടന്നോ? ആ, പിന്നെ വേറെ വിഷമൊന്നുമില്ല കേട്ടോ. ഇന്ന് മഴയൊന്നുമില്ല, നല്ല അന്തരീക്ഷമായിരുന്നു. എന്താ പൊന്നെ? ചക്കരമ്മ, ഗുഡ് നൈറ്റ്. ഇന്ന് ഞങ്ങൾ ഇത് പുറത്തുവിടുവാൻ കാരണം ഓർത്തഡോക്സ് സഭയിലെ മൊണ്ണങ്ങളായ അച്ചായന്മാരും അമ്മമാരും ഒക്കെ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ദേറാപ്പട്ടക്കാരനാണ്, സന്യാസി അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വിത്തുകാളുകളെ നിങ്ങൾ വീട്ടിൽ കയറ്റരുത്. യഥാർത്ഥത്തിൽ ഇവന്മാർ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനുവേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മത്തായി മൂന്നാമനോട് പറയുന്നത്, വെടിക്കെട്ട് നിയന്ത്രിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് മത്തായി മൂന്നാമ നിന്റെ പാതിരിമാരുടെ വെടിവെപ്പ് നിർത്തുവാൻ തനിക്ക് ആഹ്വാനം ചെയ്യാമോ? അല്ലെങ്കിൽ പാതിരികളുടെയും മെത്രാന്മാരുടെയും അംശവടി വിശ്വാസികൾ തോട്ടകെട്ടി പൊട്ടിക്കും, പരിശുദ്ധ പിതാവിന് ഇനി ഉറിയില്ല എന്ന് നാട്ടുകാർ പറയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.